അങ്കോലയിലേക്ക് പോവുകയാണ്. അവിടെ ദൗത്യം മുന്നോട്ട് പോവുകയാണ്. 10 മണിക്ക് തുടങ്ങുമെന്നാണ് അല്പസമയം മുമ്പ് നമ്മളോട് റിപ്പോർട്ടേഴ്സ് എല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അവിടേക്ക് തന്നെ തത്സമയം പോകാം. അവിടെയുള്ള തയ്യാറെടുപ്പുകൾ നടക്കുന്നു എന്നാണ് അറിയുന്നത്. KB ശ്രീധരൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ശ്രീധരൻ, ആ ദൃശ്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. 10 മണിയോടുകൂടി ആരംഭിക്കുമെന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്തായാലും തയ്യാറെടുപ്പുകൾ അവിടെ നടക്കുകയാണല്ലേ? എന്താണ് ഇന്നത്തെ പ്ലാൻ? പൂജ, ഇപ്പോൾ ഈ രക്ഷാദൗത്യ സംഘം പുഴയിലേക്ക് ഇറങ്ങാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുന്നു. ബോട്ടുകളൊക്കെ താഴേക്ക് ഇറക്കാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത്. NDRFന്റെ ബോട്ടുകൾ ഇതിനോടകം തന്നെ പുഴയിലേക്ക് ഇറക്കിയിട്ടുണ്ട്. ഇന്നലെ കൊണ്ടുവന്ന പ്രാദേശിക മത്സ്യത്തൊഴിലാളി ബോട്ടുകൾ അവിടേക്ക് ഇറക്കുന്നതിനുള്ള ശ്രമങ്ങളാണ് അല്പസമയത്തിനകം തന്നെ നടക്കാൻ പോകുന്നത്. ഏതായാലും ഇന്ന് തുടങ്ങാനുള്ള നടപടികളൊക്കെ ഇപ്പോൾ ഇതിനോടകം തന്നെ ആരംഭിച്ചു കഴിഞ്ഞു. NDRF സംഘം ബോട്ടിലേക്ക് കയറി കഴിഞ്ഞു. ഏതായാലും അധികം താമസിക്കാതെ തന്നെ ഈ തിരച്ചിൽ നടപടികൾ ആരംഭിക്കും. ഇപ്പോൾ സമയം 10 മണിയോട് അടുപ്പിച്ച് കഴിഞ്ഞു. ഇപ്പോൾ നിലവിൽ ബോട്ടുകളൊക്കെ ഇറക്കുന്ന നടപടികളൊക്കെ പുരോഗമിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. ഇന്നത്തെ പ്രധാന പ്ലാൻ എന്നുള്ളത് ഇന്നലെ കണ്ട ആ മൺതിട്ട കേന്ദ്രീകരിച്ച് തന്നെയാണ് ഇന്നും പരിശോധനകൾ നടക്കുക. ആ മൺതിട്ടയ്ക്ക് സമീപം 132 മീറ്റർ, കരയിൽ നിന്ന് 132 മീറ്റർ അകലെയുള്ള സ്പോട്ട് നമ്പർ 4-ലാണ് ഇന്നത്തെ പരിശോധന കാര്യമായി നടക്കുന്നത്. ഇന്നലെ ഏതായാലും ഈ മുങ്ങൽ വിദഗ്ധനായിട്ടുള്ള ഈശ്വർ മാൽപേ പറഞ്ഞ ഒരു കാര്യമുണ്ട്. അതായത് കാര്യമായിട്ട് ആ പ്രദേശത്തേക്ക് അധികം ആഴങ്ങളിലേക്ക് പോകുന്നതിന് വളരെ വലിയ പരിമിതികളുണ്ട്. അതിന് പ്രധാന കാരണം മണ്ണും പാറക്കഷ്ണങ്ങളും കൂറ്റൻ മരങ്ങളും ഒക്കെ അവിടെ വന്നടിഞ്ഞു കിടക്കുന്ന ഒരു സ്ഥിതിയാണ് ഉള്ളത്. അതിനാൽ തന്നെ അധികം ആഴത്തിലേക്ക് പോകാൻ ആകുന്നില്ല. ഇനി ഉള്ളിലേക്ക് പോയാൽ തന്നെ അതിനുള്ളിൽ കുടുങ്ങാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതാണ് ഈ രക്ഷാദൗത്യം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി. നിലവിൽ ഏതായാലും ഡിങ്കി ബോട്ടുകൾ, SDRFന്റെ നേവിയുടെ ഡിങ്കി ബോട്ടുകൾ പുഴയിലേക്ക് ഇറക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഈശ്വർ മാൽപേയുടെ സംഘത്തെയും നമുക്ക് ഇതിൽ തന്നെ കാണാം. നിലവിൽ ഈ നേവിയുടെയും സേനകളുടെയും അതുപോലെ തന്നെ ഈശ്വർ മാൽപേ സംഘത്തിന്റെയും സംയുക്തമായിട്ടുള്ള ശ്രമങ്ങളാണ് ഇവിടെ നടക്കുന്നത്. ഇന്ന് ആദ്യ നടപടി എന്നുള്ളത് ഇന്നലെ ഒരു സ്റ്റേ വയർ, വൈദ്യുതി വയർ ഇതിനു അകത്ത് പുഴയ്ക്ക് അടിയിൽ കണ്ടെത്തിയിരുന്നു. ആ വയർ പൊക്കിയെടുത്ത് കൊണ്ടുവരികയാണ് ആദ്യം ചെയ്യുക എന്ന് ഈശ്വർ മാൽപേ പറയുകയും ചെയ്യുന്നു. നിലവിൽ ഓക്സിജൻ സിലിണ്ടറും ഒക്കെ ഉൾപ്പെടെയായി എല്ലാവിധ സംവിധാനങ്ങളുമായി സംഘം എത്തിയിട്ടുണ്ട്. വൈകാതെ തന്നെ ഈശ്വർ മാൽപേയും സംഘവും ഇവിടെ നിന്ന് അപ്പുറത്തുള്ള മൺതിട്ടയിലേക്ക് പോകും എന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും നടപടിക്രമങ്ങളെല്ലാം തന്നെ പുരോഗമിച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ ഈ സംഘം ഈ മൺതിട്ടയ്ക്ക് സമീപത്തേക്ക് നീങ്ങുകയും ചെയ്യും. ഏതായാലും ഇപ്പോഴത്തെ സ്ഥിതിയിൽ കാലാവസ്ഥ അല്പം പ്രതിസന്ധി സൃഷ്ടിക്കും എന്ന് തന്നെയാണ് തോന്നുന്നത്. പ്രത്യേകിച്ച് രാവിലെ മുതൽ തന്നെ കനത്ത മഴ ഇടവിട്ട് ഇവിടെ പെയ്യുന്നുണ്ട്. അത് തന്നെയാണ് രക്ഷാദൗത്യത്തിന് ഏറ്റവും പ്രതിസന്ധി സൃഷ്ടിക്കുന്നത്. ഏതായാലും ഈ മഴ വലിയ പ്രശ്നം സൃഷ്ടിച്ചാൽ അത് കൂടുതൽ ആഴത്തിലേക്ക് മുങ്ങി തപ്പുന്നതിന് വല്ലാത്ത ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇന്നലെ പൂർണ്ണമായും മഴ മാറി നിൽക്കുന്ന ഒരു അവസ്ഥയാണ് ഇന്നലെ ഉണ്ടായത്. ഇന്ന് പക്ഷേ രാവിലെ അന്തരീക്ഷം ഒട്ടും ഈ രക്ഷാദൗത്യത്തിന് യോജിച്ച രീതിയിലല്ല. ഇടവിട്ട് മഴ പെയ്യുന്നു. രീതിയിൽ കാലാവസ്ഥ പ്രശ്നമായിട്ട് നിൽക്കുന്നുണ്ട്. വലിയ ഒഴുക്ക് അത് പുഴയിൽ ഇപ്പോഴും തുടരുകയാണ്. ഗംഗാവാലി പുഴ ഒരു തരത്തിലും പിടികൊടുക്കാത്തൊരു സാഹചര്യമാണ്. പക്ഷെ നമുക്ക് പ്രതീക്ഷയോടുകൂടി തന്നെ കാത്തിരിക്കാം. 13ാമത്തെ ദിവസമാണ്. കൃത്യമായിട്ടുള്ളൊരു വിവരം ഇന്നെങ്കിലും നമുക്ക് മുന്നിലേക്ക് എത്തട്ടെ എന്നുള്ളതാണ്.